Hi friends, welcome to Commerce Bytes. I hope you people are all doing well, and this video is part 19 of model question paper series which we are doing for Kerala Set 2021. So എൻ്റെ എല്ലാ സ്റ്റുഡൻസും കേരള സെറ്റിൻ്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കീപ്പ് അപ്പ് യുവർ spirit till your exam and crack your Kerala Set 2021. Ready for your set of questions of today? So we are ready for the 7 questions for my students. So let's begin. Moving to the first question, most appropriate meaning of learning. Options are option A, inculcation of knowledge, option B, modification of behavior, option C, personal adjustment, and option D, acquisition of skills. ഇവിടെ 4 ഓപ്ഷൻ തന്നിരിക്കുന്ന 4 ഓൾമോസ്റ്റ് സിമിലർ ടു ദ മീനിങ് ഓഫ് ലേണിംഗ് തന്നെയാണ്. പക്ഷേ നമ്മളെന്താണ് നോക്കേണ്ടത്? ആ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീനിങ് ഓഫ് ലേണിംഗ് എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളുടെ ബിഹേവിയറിൽ വരുന്ന മോഡിഫിക്കേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്, റൈറ്റ്? നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് പേരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതായത് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ പറയും ഓക്കെ അവർക്ക് കുറച്ച് പഠിപ്പും വിവരമുള്ള മനുഷ്യന്മാരാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ കുറച്ച് ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, റൈറ്റ്? എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവും ഈ ഒരു പെർട്ടിക്കുലർ ഡയലോഗ്. സോ അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. Okay, so I hope you people get the best and the appropriate answer for the meaning of learning, that is modification of behavior. നമ്മളുടെ ബിഹേവിയറിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നതാണ് ലേണിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീനിങ്. Okay, so I hope this question is all clear to you. Moving to the next question. For efficient learning task should be. ഒരു നല്ല ലേണിംഗ് നമ്മൾ നല്ല ലേണിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ടാസ്ക് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റിവാർഡിംഗ്, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റിംഗ്, ഓപ്ഷൻ സി അഡ്ജസ്റ്റിംഗ് ടു ദ ലേണേഴ്സ് ലെവൽ ഓഫ് മെച്യൂരിറ്റി ആൻഡ് ഓപ്ഷൻ ഡി അഡ്ജസ്റ്റഡ് ടു ദ ലേണേഴ്സ് ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ. ഹിയർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ, ഒരു ലേണിംഗ് എഫിഷ്യൻ്റ് ആവണം അല്ലെങ്കിൽ എഫക്റ്റീവ് ആവണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻ ഇതിലേതായിരിക്കും? യെസ്, ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ദ ലേണിംഗ് ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ. അതായത് ലേണേഴ്സിൻ്റെ ലെവലിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് മനസ്സിലാവണം. അതനുസരിച്ച് വേണം നമ്മൾ ലേണിങ്ങിൻ്റെ ടാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾക്കൊരു എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ലേണിംഗ് നമ്മൾക്ക് കിട്ടും എന്ന് പറയാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? സോ റിവാർഡിങ്ങും ഇൻട്രസ്റ്റിങ്ങും അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ മെച്യൂരിറ്റി ലെവലൊന്നും നോക്കിയിട്ടല്ല, പകരം ലേണേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ വെച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. I hope this question is also clear. So without much delay, let's move to the next question. Which signal as a serious lack of professionalism among teacher? ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലാക്ക് ഓഫ് പ്രൊഫഷണലിസം, അതും ഒരു സീരിയസ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം എന്ന് പറയാനുള്ള ഒരു സിഗ്നൽ എന്താണെന്നുള്ളത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ സെൽഫ് അപ്രൈസൽ, അതായത് സ്വയം പൊക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ, SP, സെയിം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓൺ ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ആൻഡ് ഔട്ട്കം ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഓപ്ഷൻ ഡി എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു ദ സ്റ്റുഡൻസ് നീഡ്. സോ ഓപ്ഷൻ സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് തോട്ടുള്ള പോയിൻ്റാണ്, റൈറ്റ്? സോ ഓപ്ഷൻ സിയും ഡിയും അല്ല എന്നുള്ളത് നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഉറപ്പിക്കാം, അല്ലേ? ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സീരിയസ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസമാണ്. അതായത് നമ്മളുടെ ആ ഒരു പ്രൊഫഷണലിസത്തിൽ ഏറ്റവും ലാക്കായിട്ടുള്ളത് ആ ഒരു സിഗ്നൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് അപ്രൈസൽ ഓക്കെ എന്നുള്ളൊരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ദ മെയിനായിട്ട് ഒരു ആപ്റ്റായിട്ടൊരു ആൻസർ പറയുകയാണെങ്കിൽ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓൺ ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മളുടെ ഇൻസ്ട്രക്ഷനിൽ ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു തരി പോലും ക്വാളിറ്റി ഇല്ല, ഒരു കൺട്രോൾ ഇല്ല എന്നുള്ള ആ ഒരു സിഗ്നലാണ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദ പോയിൻറ്റ്, റൈറ്റ്? സിയും ഡിയും ഞാൻ പറഞ്ഞു അതൊരു പോസിറ്റീവ് തോട്ട് വരുത്തുന്നുണ്ട്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്.
സീരിയസ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത് ഓപ്ഷൻ എ ഓർ ബി എന്നുള്ളത്. ഓപ്ഷൻ എ എന്നുള്ളത് ഓക്കെ എന്നുള്ളൊരു പോയിൻ്റാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അണ്ടർസ്റ്റുഡ്? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moving to the next question. Grouping of ideas that are stored and recalled together as a unit is an example of. Questionil ചോദിച്ചിട്ടുള്ളത് grouping of ideas that are stored and recalled together as a unit is an example of എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചത്, അതും സ്റ്റോർ ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് റീകോൾ ചെയ്യുന്നു. ഓക്കെ, ആ ടൈപ്പ് ഓഫ് ആ ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻഫറൻസിങ്, ഓപ്ഷൻ ബി കമ്പൈലേഷൻ, ഓപ്ഷൻ സി എക്സ്പെർട്ടൈസ് ആൻഡ് ഓപ്ഷൻ ഡി ചങ്കിങ്. ഹിയർ ഓപ്ഷൻ എയിൽ പറയുന്നത് ഇൻഫറൻസിങ് ആണ്. ഇൻഫറൻസിങ് എന്ന് പറയുന്നത് കൺക്ലൂഷനിൽ എത്തുക എന്നുള്ള ഒരു മീനിങ് ആണ് ഇൻഫറൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? യെസ്. ഇനി നൗ ഓപ്ഷൻ ബിയിൽ പറയുന്നത് കമ്പൈലേഷൻ ആണ്. കമ്പൈലേഷനും ഏകദേശം ഒരു ഗ്രൂപ്പിംഗ് എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ കമ്പൈലേഷൻ്റെ ഒരു ആൻസർ ആയിരിക്കില്ല ഇവിടെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലേഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്ത് നിന്ന് നമ്മൾ അസംബിൾ ചെയ്ത ഇൻഫോർമേഷൻസ് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു, അവിടെ നമുക്ക് കുറേ സോഴ്സസിൻ്റെ ആവശ്യമുണ്ട്, കുറേ ഡേറ്റാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ബുക്സ് റെഫർ ചെയ്യും, കുറേ നമ്മൾ ഇൻ്റർനെറ്റ് റെഫർ ചെയ്യും, അങ്ങനെ ഇങ്ങനെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരു പ്രോസസ്സാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഗ്രൂപ്പിംഗ് ഓഫ് ഐഡിയാസ് ദാറ്റ് ആർ സ്റ്റോർഡ് ആൻഡ് റീകോൾഡ് ടുഗദർ ആസ് എ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ സി ദാറ്റ് ഇസ് എക്സ്പെർട്ടൈസ്. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ അഗ്രഗണ്യൻ എന്നൊക്കെ പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ചങ്കിങ്. ചങ്കിങ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് ചങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ബേസിക് ഫെമിലിയർ യൂണിറ്റ്സ് ദാറ്റ് ഹാസ് ബീൻ ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് സ്റ്റോർഡ് ഇൻ എ പേഴ്സൺസ് മെമ്മറി. ഒരു മനുഷ്യൻ്റെ മെമ്മറിയിൽ ആ ആളുടെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റ്സ്, അതുപോലെ തന്നെ അത് ഗ്രൂപ്പ് ചെയ്ത യൂണിറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചത് എന്നുള്ള ആ ഒരു ടേമിനെ വിളിക്കുന്നതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ 4 ടേംസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഫറൻസിങ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ, ആൻഡ് കമ്പൈലേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കമ്പൈൽ ചെയ്യുക, പല സോഴ്സിൽ നിന്ന് നമുക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എക്സ്പെർട്ടൈസ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ നമ്മൾ ആഴ്ന്നിറങ്ങി ഡീപ്പായിട്ട് സ്റ്റഡി നടത്തി നമ്മൾ ആ ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആവുക. ആൻഡ് ചങ്കിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പിംഗ് ഓഫ് ഐഡിയാസ് ദാറ്റ് ആർ സ്റ്റോർഡ് ആൻഡ് റീകോൾഡ് ടുഗദർ ആസ് എ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്? നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് സ്റ്റഡി സ്കിൽ. ഒരു സ്റ്റഡി സ്കിൽ, അതും എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി സ്കിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ മാനേജിങ് ടൈം, ഓപ്ഷൻ ബി എൻഷുറിങ് പ്രോപ്പർ ലൈറ്റ്നിങ് ആൻഡ് വെന്റിലേഷൻ, ആൻഡ് ഓപ്ഷൻ സി മേക്കിംഗ് എ ടു ഡു ലിസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി അറേഞ്ചിങ് എ കംഫർട്ടബിൾ സീറ്റ്. So here the answer will be option A, that is managing time. എപ്പോഴും നമ്മൾ ഒരു നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലേ? സോ അതിൽ വേണ്ട ഏറ്റവും എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി സ്കില്ലാണ് മാനേജിങ് ടൈം. നമ്മൾക്ക് ഇപ്പോൾ 10 യൂണിറ്റ്സ് ഉണ്ട്, ആ 10 യൂണിറ്റ്സിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി സി ഡി അതിൽ പറയുന്നത് എന്താ? എൻഷുറിങ് പ്രോപ്പർ ലൈറ്റ്നിങ് ആൻഡ് വെന്റിലേഷൻ. ഓപ്ഷൻ സിയിൽ പറയുന്നത് മേക്കിംഗ് എ ടു ഡു ലിസ്റ്റ്, അറേഞ്ചിങ് കംഫർട്ടബിൾ സീറ്റ്. ഈ 3 ഓപ്ഷനും ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാനിരിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് പഠിക്കണം, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ആൻഡ് അറേഞ്ചിങ് ആ കംഫർട്ടബിൾ സീറ്റ്, നല്ല നടു നിവർത്തി ഇരിക്കുന്ന ആ ഒരു കംഫർട്ടബിൾ സീറ്റിങ്ങിലായിരിക്കണം ആ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് പഠിക്കാനിരിക്കേണ്ട ആ പൊസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ 3 ഓപ്ഷനും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവ് അല്ല കമ്പയറിങ് വിത്ത് ഓപ്ഷൻ എ. Okay, so option A will be the correct answer. I hope this question is all clear to you, right? Moving to next question. What is the meaning of the term socialization? ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടൊരു ഫേവറേറ്റ് പോർഷനാണ് സോഷ്യൽ.
ഓക്കെ, സോഷ്യലൈസേഷൻ സോഷ്യൽ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അവരുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യലൈസേഷൻ, അതുപോലെ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ കൊഹെഷൻ എന്ന് പറയുന്ന ടേംസിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ തംബ്നെയിലിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരു സോഷ്യൽ മയം എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ഒരു മാർക്കും നമുക്ക് ഷ്യൂറിറ്റി തരാൻ പറ്റും ഈ ഒരു സോഷ്യൽ നിങ്ങൾക്കറിയാമെങ്കിൽ. ഓക്കെ, ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അത്ര സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, സോഷ്യലൈസേഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡെവലപ്പ് ദെയർ സോഷ്യൽ നോംസ്. ഓപ്ഷൻ ബി, റെസ്പെക്ട് അതോറിറ്റി ആൻഡ് എൽഡേഴ്സ്. ആൻഡ് ഓപ്ഷൻ സി, അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടു ദ സോഷ്യൽ എൻവയൺമെൻറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ഓൾവേസ് ഫോളോ സോഷ്യൽ നോംസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എലിമിനേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് ഇൻ ദ സെൻസ് നമ്മൾക്ക് ആദ്യം തന്നെ ജസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻ ഓൾമോസ്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു 50-50 എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ആവട്ടെ ഒരു ക്വിസ് പ്രോഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും 50-50 ഓപ്ഷൻ. അതിൽ 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. സോ അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് എലിമിനേഷൻ മെത്തേഡ്. കാരണം ഇവിടെ നോക്കിയേ, ഡെവലപ്പ് ദെയർ സോഷ്യൽ നോംസ് എന്നും ഓൾവേസ് ഫോളോ സോഷ്യൽ നോംസ് എന്നും ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഉണ്ട്. സിമിലർ ആയിട്ടുള്ള ആ 2 ഓപ്ഷൻസും എന്തായാലും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഓപ്ഷൻ എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതുപോലെ ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. ഇതിൽ നോക്കൂ, ഓപ്ഷൻ ബിയിൽ പറയുന്നത് റെസ്പെക്ട് അതോറിറ്റി ആൻഡ് എൽഡേഴ്സ്. നമുക്ക് അതോറിറ്റീസിനെയും അതുപോലെ തന്നെ നമ്മളിലും മൂത്ത എൽഡേഴ്സിനെ നമ്മൾക്ക് റെസ്പെക്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഓപ്ഷൻ സി ആയിരിക്കും കുറച്ചും കൂടെ ആപ്റ്റായിട്ട് ആൻസർ. അതായത് അതിലെന്താ പറയുന്നത്? സോഷ്യലൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു ദ സോഷ്യൽ എൻവയൺമെൻറ്റ്. നമ്മളുടെ സോഷ്യൽ എൻവയൺമെൻറ്റ് എങ്ങനെയാണോ ആ ഒരു സോഷ്യൽ എൻവയൺമെൻറ്റിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫ്യൂച്ചറിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ഓക്കെ, ഒരു ടീച്ചർ എപ്പോഴും ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകി നല്ലൊരു സോഷ്യലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ട്രൈ ടു ബിക്കം അത്ര എക്സ്ട്രോവേർട്ട് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ആൾക്കാരായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാനും ട്രൈ ചെയ്ത് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. നൗ moving to last question of today's and my favorite portion, that is Vygotsky. According to Vygotsky, among which factors influence ലേണിംഗ് സിഗ്നിഫിക്കൻ്റ്ലി? വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളോട് എന്താ ഓർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പം എൻ്റെ സ്റ്റുഡൻസിന് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ വളരെ ഫേവറേറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഇപ്പോൾ എല്ലാ സീരീസിലും വൈഗോട്സ്കി അല്ലെങ്കിൽ പൈഗറ്റ് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് വൈഗോട്സ്കി പൈഗറ്റ് അത്ര കാണാപ്പാടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ഈ വൈഗോട്സ്കിയും അതുപോലെ തന്നെ പൈഗറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എനിക്ക് വേണ്ടത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫിംഗർ ടിപ്സിൽ ഈ വൈഗോട്സ്കിയും പൈഗറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര സ്ട്രെസ് ആണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ ഓർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഫോക്കസിങ് ഓൺ ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. സോ ഓപ്ഷനിൽ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ ഹെറിഡിറ്റി, ഓപ്ഷൻ ബി മോറൽ, ഓപ്ഷൻ സി ഫിസിക്കൽ ആൻഡ് ഓപ്ഷൻ ഡി സോഷ്യൽ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? യെസ്, ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സോഷ്യൽ. വൈഗോട്സ്കി എപ്പോഴും ഏത് ഫാക്ടറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലേണിങ്ങിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നത് സോഷ്യൽ തന്നെയാണ്. സോ ഐ ഹോപ്പ് ദിസ് പോർഷൻ ഇസ് ഓൾ ക്ലിയർ ടു യു. എൻ്റെ സ്റ്റുഡൻസിന് ഇപ്പോൾ വൈഗോട്സ്കിയും പൈഗറ്റും ഒരു ഫേവറേറ്റ് പോർഷനായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഐ ലവ് ദിസ് ടോപ്പിക്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ടോപ്പിക് ആയിരിക്കണം നമ്മളുടെ ഫേവറേറ്റ് ടോപ്പിക്.
അപ്പോൾ നമ്മൾക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും വളരെയധികം ഈസി ആയിരിക്കും. സോ നമ്മളെപ്പോഴും അവരെന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ 10 മടങ്ങ് അപ്പുറമായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. സോ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈസി ആയിട്ട് തന്നെ ഈ കേരള സെറ്റ് എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. Okay, so with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.